ഖത്തറിൽ നല്ല തണുപ്പ് തുടങ്ങി ട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ വൈകുന്നേരം ഒരു തോന്നലാണ്, എന്നാ ഒന്ന് നടക്കാൻ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പോയാലോ. അങ്ങനെ നമ്മൾ സൂക്കിലേക്ക് ഇറങ്ങിക്കാണ്. നമ്മൾ ഈ റീൽസ് ഒക്കെ തോണ്ടിയിരിക്കുന്ന സമയത്ത് ഒരുപാട് റീൽസ് കാണാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ സൂക്കിന്റെ ഉള്ളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഫുഡ് കിട്ടുന്ന കുറേ സ്പോട്ടുകൾ. അപ്പൊ നമ്മൾ ഒരു റീല് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ജ്യൂസി കബാബ് കിട്ടുന്ന ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ സൂക്ക് മൊത്തം അരിച്ചു പറക്കിയിട്ടാണ് ഈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചത്. അപ്പൊ നോക്കിയപ്പം ഇതിന്റെ ഉള്ളിൽ ഭയങ്കര തിരക്ക്, നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ടേക്ക് അവേ ഒക്കെ എടുത്തു. നമ്മൾ കണ്ട റീൽസിൽ അവര് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല ജ്യൂസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു കാര്യം കേട്ടോ, ഈ റീല് കണ്ടിട്ട് അതിൽ പറയുന്ന പോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഓരോ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുന്ന പരിപാടി. ഈ റീൽസിൽ പറയുന്ന പോലെ ഒരിക്കലും നമുക്ക് ഫുഡ് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരങ്ങനെ പറയുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ പ്രൊമോഷൻ ആയിരിക്കോ, അങ്ങനെ ആയിരിക്കും അല്ലേ? എന്നാലും ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പറ്റിക്കരുത്. നമ്മള് ഒരുപാട് അലഞ്ഞിട്ടൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഈ സാധനം കഴിച്ചു കഴിയുമ്പോണ്ടല്ലോ, അത് വൻ ദുരന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സിൽ വരുന്ന ഒരു വിഷമമുണ്ട്. ഇപ്പൊ ഇതുപോലെ ഈ ഫുഡ് റിവ്യൂസ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അത് കൊള്ളില്ല എന്ന് തന്നെ പറയുകയാണെങ്കിൽ അത് അത്രയും നല്ല കാര്യമാണ് കേട്ടോ. അല്ലാതെ കൊള്ളില്ലാത്തൊരു സാധനം നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കരുത്. അതത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും, കയ്യിലെ കാശ് വെറുതെ കളഞ്ഞു. വെറുതെ ആയിട്ട് ഈ ടൈമിൽ ഒരു ജ്യൂസ് മേടിച്ചു കുടിച്ചായിരുന്നെങ്കിൽ ഇത്രയും നമുക്കൊരു വിഷമം തോന്നത്തില്ലായിരുന്നു. അങ്ങനെ ജ്യൂസി കബാബ് കഴിക്കണം എന്നുള്ള മോഹവുമായി വന്ന് ആ ഒരു ആഗ്രഹം വെറും പാഴായല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് മക്കളെ. ഇനിയിപ്പോ വീട്ടിലിരുന്നിട്ട് വലിയ കാര്യമില്ല, ഒത്തിരി സമയം വൈകി. നമ്മൾ അത്രയും നേരം ഈ ഷോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തെക്ക് വടക്ക് നടന്നിരുന്നു. അങ്ങനെ നമ്മളിതേ അവരവിടെ കിടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതൊക്കെ കണ്ട് ചുമ്മാ ചിരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി.